നമസ്കാരം. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ SECയുടെ നേതൃത്വത്തിലുള്ള ആശമാർക്ക് വേണ്ടി എന്ന് പറഞ്ഞു നടത്തുന്ന സമരം മൊത്തത്തിൽ അടപടലം ചീറ്റിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയും ഈ സമരത്തെ കൈവിട്ട അവസ്ഥയിലാണ്. ആരോഗ്യവകുപ്പ് മന്ത്രിയെ, അതായത് വീണ ജോർജിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, സംസ്ഥാന സർക്കാരിന് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന വസ്തുത സുരേഷ് ഗോപിയും തുറന്ന് സമ്മതിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. മാത്രവുമല്ല, സുരേഷ് ഗോപി ഒരു കാര്യം കൂടി പറഞ്ഞു വെച്ചു. അതായത് SUCയുടെ നേതാക്കൾ എന്നെ വന്ന് വീട്ടിൽ വന്ന് ക്ഷണിക്കുകയും സമരപ്പന്തലിലെത്തി അവരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സമരപ്പന്തലിൽ എത്തിയത് എന്നുകൂടി സുരേഷ് ഗോപി പറയുന്ന കാഴ്ച നമ്മൾ കാണുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ SUCയുടെ നേതൃത്വത്തിൽ ആശാ വർക്കർമാർക്ക് വേണ്ടി എന്ന് പറഞ്ഞ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം വെറും പ്രഹസന സമരമാണെന്നും അതുപോലെ തന്നെ ഈ സമരത്തിന് പിന്നിൽ വലിയൊരു അജണ്ടയുണ്ടെന്നും ഒക്കെ നമ്മൾ ഇങ്ങനെ വ്യക്തമായി തന്നെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പിന്നിൽ BJPക്കാരും UDFകാരുമാണ് എന്ന് ആർക്കാണ് അറിയാത്തത്? ഉപവാസ സമരം എന്ന പേരിൽ ഒരു പ്രഹസനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ദിവസമായി അവിടെ ഈ സമരം നടത്തുന്നു. ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുമായി, SECയുടെ പ്രധാനപ്പെട്ട നേതാക്കളുമായി സർക്കാർ ചർച്ച നടത്തുന്നു. ചർച്ചയിൽ ഒരു രീതിയിലുള്ള സമവായവും ഉണ്ടാകുന്നില്ല. ഉണ്ടാകരുതെന്ന പിടിവാശിയാണ് SECക്കുള്ളത്. ഈ സമരം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയി തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ കൊണ്ടുപോയി എത്തിക്കുക, അത് മുഖേന SECക്കും അതുപോലെ തന്നെ UDFനും BJPക്കും ഒക്കെ നേട്ടമുണ്ടാക്കാനുള്ള ഒരു കളമുണ്ടാക്കിയെടുക്കുക, ഇതാണ് ഇവരുടെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്തൊക്കെ രീതിയിലുള്ള ഡയലോഗാണ് SECയുടെ മിനി അടിച്ചു വിട്ടത്. അതായത്, ഞങ്ങളുടെ സമരത്തിൽ ഉപവാസ സമരത്തിന് ഇരിക്കാൻ വേണ്ടി ആശമാരുടെ വലിയ തിരക്കാണ്, നറുക്കെട്ട് വേണം അവരെ തിരഞ്ഞെടുക്കാൻ എന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോ അവിടെ ഇരിക്കാൻ ആളെ പോലും കിട്ടുന്നില്ല, അങ്ങനൊരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് INTUCയുടെ മാസികയിൽ എന്താണ് പറയുന്നത്? ഈ സമരത്തെ പിന്തുണയ്ക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. എന്നാൽ അതൊക്കെ തള്ളിക്കൊണ്ട് കോൺഗ്രസ് ഇതിനെ പിന്തുണയ്ക്കുന്നു. സതീശൻ പോകുന്നു, രാഹുൽ മാങ്കൂട്ടം പോകുന്നു, എല്ലാവരും പോയി പങ്കെടുക്കുന്നു. നോക്കൂ, ഈ സമരവുമായി ബന്ധപ്പെട്ട് ചിലതൊക്കെ വളരെ വ്യക്തമായി തന്നെ പറയേണ്ടതുണ്ട്. ഇത്രയും ദിവസമായി അവിടെ സമരം തുടങ്ങിയിട്ട് ഇവർക്കാരാണ് ഭക്ഷണം കൊടുക്കുന്നത്, ഇവർക്കാരാണ് അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നത്, ഇതൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. ഇത്രയും ദിവസം അവിടെ SUCയുടെ നേതൃത്വത്തിൽ സമരം നടത്തിയതിന് പിന്നിലുള്ള ആ ആളുകൾ ആരൊക്കെയാണ് എന്ന് ഞാൻ ഈ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തുകൊണ്ട് കേന്ദ്രത്തിനെതിരെ സംസാരിക്കുന്നില്ല എന്ന വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഈ പൊതുസമൂഹത്തിൽ നിന്ന്, കേരള ജനതയ്ക്കിടയിൽ നിന്ന്. അതായത് ഇൻസെന്റീവാണ് വർദ്ധിപ്പിക്കേണ്ടത് എന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇൻസെന്റീവ് വർദ്ധിപ്പിക്കേണ്ട ആവശ്യവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ പോയി സമരം ചെയ്യാതെ ഇവിടെ സംസ്ഥാന സർക്കാരിനെതിരെ എന്തിനാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സമരം നടത്തുന്നതെന്ന് ഇവിടുത്തെ ജനങ്ങൾ വരെ ചോദിച്ചു തുടങ്ങി. ഒരു കേന്ദ്ര പദ്ധതിയാണ് എന്നെല്ലാവർക്കും അറിയാം, കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. ഈ ആശാ വർക്കർമാരെ പിന്നെ എങ്ങനെ സംസ്ഥാന സർക്കാരിന് ഏറ്റെടുക്കാൻ കഴിയും? ഒരു കേന്ദ്ര സ്കീം ഒരിക്കലും സംസ്ഥാന സർക്കാരിന് ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് അറിയാമേ. അപ്പൊ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നു വന്നു തുടങ്ങി. അപ്പൊ ഇന്നലെ ഈ പറയുന്ന ആശാ വർക്കർമാർ പുതിയൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അതായത്, നിങ്ങളൊക്കെ വീട്ടിലിരുന്ന ആശാ വർക്കർമാർ പ്രതിഷേധിച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടണം എന്ന് പറഞ്ഞ് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഒരാൾ പോലും ഇട്ടിട്ടില്ല. ഒരു പിന്തുണയും സെക്രട്ടേറിയറ്റ് മുമ്പിൽ നടക്കുന്ന സമരത്തിന് കിട്ടുന്നില്ല എന്നുള്ളതാണ്. നോക്കൂ, സംസ്ഥാന സർക്കാർ 7 ഇരട്ടിയായിട്ടാണ് ഹോണറേറിയം വർദ്ധിപ്പിച്ചത്. എല്ലാവർക്കും അറിയാമല്ലോ, 8 വർഷം കൊണ്ട്. ഈ ആശാ വർക്കർമാർക്ക് വേണ്ടി സമരം നടത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടി എന്ന് പറയുന്നത് അത് LDF തന്നെയാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. UDFന്റെ ഭരണകാലത്ത് ഈ ആശാ വർക്കർമാർക്ക് ഹോണറേറിയം കൊടുക്കുന്നുണ്ടായിരുന്നില്ല എന്നത് മാത്രമല്ല, അവരെ പല രീതിയിൽ ബുദ്ധിമുട്ടിക്കുകയായിരുന്നു. ആ സമയത്തൊക്കെ CITUവിന്റെ നേതൃത്വത്തിലൊക്കെ പല രീതിയിലുള്ള സമരങ്ങൾ നടത്തിക്കൊണ്ടാണ് UDFന്റെ കയ്യിൽ നിന്ന് അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യം മേടിച്ചു കൊടുത്തത്. പക്ഷേ LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആശാ വർക്കർമാരെ നല്ല രീതിയിൽ തന്നെ അവരെ ട്രീറ്റ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. കേന്ദ്രം കൈവിട്ട പല സാഹചര്യത്തിലും സംസ്ഥാന സർക്കാർ അവരെ ചേർത്ത് നിർത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്, അല്ലേ? ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടക്കുന്ന സമരത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ട്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ എത്രയോ തവണ വീഡിയോകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത്, അപ്പൊ തന്നെ മൈക്ക് തട്ടിപ്പറിച്ചു മേടിക്കുന്നു. കേന്ദ്രത്തിനെതിരെ ഒരു അക്ഷരം മിണ്ടാൻ പാടില്ല. അതായത് 2023-24 സാമ്പത്തിക വർഷത്തിൽ കേന്ദ്രം ആശാ വർക്കർമാർക്ക് കൊടുക്കാനുള്ള ഫണ്ട് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഏകദേശം 600 കോടിയോളം രൂപ കൊടുക്കാനുണ്ട് നമ്മുടെ സർക്കാരിന്. പക്ഷെ ഇതൊന്നും കൊടുക്കില്ല. ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമ്പോഴോ JP നദ്ദയൊക്കെ പറയുന്ന പെരുന്നുണ അത് തിരുത്താൻ പോലും ആരും ശ്രമം നടത്തുന്നില്ല, LDF അല്ലാതെ. JP നദ്ദ പറയുന്ന അതേ നുണ അവിടെ വന്ന് പറയുന്നു. ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുമെന്ന് JP നദ്ദ പറഞ്ഞുവെന്ന്.
എന്നാൽ ആ വർദ്ധിപ്പിച്ച ആ ഉത്തരവുമായിട്ട് എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ചോദിക്കാനുള്ള ആർജവം അവിടുത്തെ SUCയുടെ മിനി അടക്കമുള്ള ആളുകൾക്ക് എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? ആ ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം നൽകാൻ അവർക്ക് കഴിയുന്നില്ല. ഇപ്പൊ 2-3 ദിവസമായിട്ട് കേന്ദ്ര സർക്കാരിനെതിരെ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്നിട്ട് എന്താണ് രസം എന്ന് അറിയണ്ടേ? ഞങ്ങൾ കേന്ദ്രത്തിന് എതിരെ ഞങ്ങളും ഈ പറയുന്നത് പോലെ ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. പക്ഷെ ഈ ചോദ്യങ്ങളൊക്കെ എന്തായാലും അവിടെ പോയി സുരേഷ് ഗോപി സാറൊക്കെ അവിടെ ഉന്നയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ സംതൃപ്തരാണെന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ വെള്ളം പൂശുന്ന കാഴ്ച ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആശാ വർക്കർമാർക്ക് വേതനം കൊടുക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. ഉത്സവത്ത് കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ്. പ്രസവ അവധികൾ കൊടുക്കുന്നു. അങ്ങനെ ആശാ വർക്കർമാർക്ക് വേണ്ടതെല്ലാം തന്നെ ഒരു സർക്കാർ കൊടുക്കുമ്പോഴും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ജനങ്ങളെ സർക്കാരിനെ തിരിക്കാൻ വേണ്ടി ഒരു വലിയ നാടകമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സുനിൽ കനകോലു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിനിമ പിടിക്കുകയാണെങ്കിൽ ആ സിനിമ 100 ദിവസം ഓടും കേട്ടോ. കാരണം നല്ല സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് നമ്മുടെ സുനിൽ കനകോലു. പക്ഷെ അത് രാഷ്ട്രീയത്തിലും കേരളത്തിലും ക്ലച്ച് പിടിക്കാൻ ഒരു സാധ്യതയുമില്ല. ഇത്തരം നമ്പറുകൾ ഒരുപക്ഷെ ഗുജറാത്തിലും UP-യിലും ഒക്കെ ക്ലച്ച് പിടിക്കുമായിരിക്കും. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ അത് അറിയാലോ, അത് അർഹിക്കുന്ന ഒരു അവജ്ഞയോടെ തള്ളാനാണ് സാധ്യത. ആശാ വർക്കർമാർക്ക് 21,000 അല്ല 1,00,000 രൂപ വെച്ച് കൊടുത്താലും നല്ലത് എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരു അവർക്ക് എത്ര കൊടുത്താലും മതിയാകില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അത് തന്നെയാണ് LDF സർക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒന്നും നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കോൺഗ്രസിന്റെയും BJP-യുടെയും SUCയുടെ ഒക്കെ ആളുകളെ കൊണ്ടുപോയി ഇരുത്തി ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ തെമ്മാടിത്തരം അത് തീർത്തും നമുക്ക് അങ്ങ് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. മാത്രമല്ല യഥാർത്ഥ ആശാമാരൊക്കെ രംഗത്തിറങ്ങിക്കഴിഞ്ഞു. ഞങ്ങളെ നാണം കെടുത്താൻ വേണ്ടി ഇമാതിരിയുള്ള പരിപാടി ഒന്നും ചെയ്യല്ലേ. LDF സർക്കാരുടെ ഭരിച്ചപ്പോൾ മാത്രമാണ് ഞങ്ങൾക്ക് അർഹതപ്പെട്ട പലതും കിട്ടിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. പ്രകടന പത്രികയിൽ ഈ പറയുന്നത് പോലെ ആശാ വർക്കർമാരുടെ ഓണറേറിയൊക്കെ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്നൊരു പെരുന്നുണ ഈ പറയുന്ന SUCI പറയുകയാണ് സമരപന്തലിരുന്ന്. എവിടെയാണ് ഈ പറയുന്നത് പോലെ ഇത്തരത്തിൽ ആശാ വർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്? കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. സംസ്ഥാന സർക്കാർ ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നു അതിൽ പറഞ്ഞിട്ടുണ്ട് അത്രേ. അങ്ങനെ പെരുന്നുണകൾ പറഞ്ഞുകൊണ്ട് ഒരു പെരും നുണക്കാലം സൃഷ്ടിച്ചുകൊണ്ട് SUCI കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാടകത്തിന് ജനങ്ങൾ ഇടുന്ന മാർക്ക് A+ അല്ല മോളെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാതെ വയ്യ കേട്ടോ. വരും ദിവസങ്ങളിൽ ഇതിനേക്കാൾ നല്ല അഭിനയങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് SUCയുടെ സംവിധാനത്തിൽ കൂടുതൽ പല നമ്പറുകളും കാണിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എന്തായാലും ഒരു കാര്യം പറയാനുണ്ട്, ഒരു പണിയുമില്ലാതെ കണ്ട രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ വോട്ടുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഗതിയെ എന്തായാലും കേരളത്തിലെ ജനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. നീതിയും ന്യായവും ആവശ്യമായിട്ടുള്ള കാര്യമാണെങ്കിൽ ആ കാര്യങ്ങൾക്കൊപ്പം എന്നും രാഷ്ട്രീയം നോക്കാതെ നിന്നിട്ടുള്ള ആളുകളാണ് മലയാളികൾ. അതുകൊണ്ട് ഇമാതിരി പരിപ്പൊന്നും ഇവിടെ വേവില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്.